അൾട്രാ സ്ലിം ആയ ഒരു ഫോൺ കോംപ്രമൈസുകൾ ഇല്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. മോട്ടറോള എഡ്ജ് 70 എന്ന ഫോണാണ്. ഈ ഒരു ഫോണിൽ 5.99 തിക്നെസ്സേ വരുന്നുള്ളൂ. അത്രയും സ്ലിം ആണ്. 159 ഗ്രാമിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി ഉണ്ട്. IP6869 തുടങ്ങിയ എല്ലാ റേറ്റിംഗും ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 4 പ്രോസസ്സറും ഉണ്ട്. 50 MP ക്യാമറ, 5000 mAh ബാറ്ററി. അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാം വേണ്ടി ഈ ഒരു ഫോണിൽ. എന്നിട്ടും ഇത്രയും സ്ലിം ആയിട്ട് ഈ ഒരു ഫോൺ അവർ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. സോ അപ്പോൾ ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ആണ്. ആദ്യം ഇത് ഞാൻ ഓൾറെഡി കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഈ കാണുന്നതാണ് അതിന്റെ ബോക്സ്. നല്ല ഫ്രേഗ്രന്റോട് കൂടി ഒരു ബോക്സ് ആണ് കേട്ടോ. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഫോൺ തന്നെയാണ് ആദ്യം ഇരിക്കുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഡിസൈനാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഒരു പുതിയ ഡിസൈൻ ലാംഗ്വേജ് അവർ എടുത്തിരിക്കുകയെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്തായാലും ക്യാമറ ഒക്കെ നൈസ് ആയിട്ടില്ല. ഡിസൈൻ എയർക്രാഫ്റ്റ് ഗ്രേഡ് അലുമിനിയം ആണ് വരുന്നത്. മെറ്റൽ ക്യാമറ മോഡ്യൂളാണ്. അസെൻഡഡ് ക്യാമറ റിംഗ് എന്നാണ് അവർ ഈ ഒരു സെറ്റപ്പിനെ പറയുന്നത്. എന്തായാലും ഡിസൈനിലേക്കൊക്കെ കൂടുതൽ വരാം. അതിനു മുമ്പ് ബോക്സിൽ വേറെ ചാർജർ 68 വാട്ടിൻ്റെ ഇരിക്കുന്നുണ്ട്. ടൈപ്പ് C to C ചാർജിങ് കേബിൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ബോക്സ് കൂടി കാണണം, അത് ഇപ്പുറത്തുണ്ട്. ആ ബോക്സിനകത്ത് ഡോക്യുമെന്റ്സ്, സിം ടൂൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. സോ അത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഫോൺ. മോട്ടറോള എഡ്ജ് 70. ഞാനപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്രയും സ്ലിം ആയ ഫോണാണ് കേട്ടോ. 5.99 mm ആണ്. 159 ഗ്രാമാണ് വെയിറ്റ്. സോ കൊണ്ട് നടക്കാനും യൂസ് ചെയ്യാനും പോക്കറ്റിലേക്ക് ഇടാൻ വളരെ സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ പോക്കറ്റിലേക്ക് ഇടാനും, വിട്ടാലും ബൾജ് ചെയ്ത് പോക്കറ്റ് നിൽക്കില്ല. അത്രയും നൈസ് ആയിട്ടിരിക്കുന്നുണ്ട്. ഒരു പെൻസിലൊക്കെ വെച്ച് നോക്കിയാലും എന്താ ഇത്രയും ഒതുക്കത്തിലാണ് ഇരിക്കുന്നത്. പെൻസിലിൻ്റെ അത്ര പോലും തിക്നെസ് ഇല്ല. 5.99 mm പറയുമ്പോൾ അറിയാമല്ലോ. സോ അപ്പോൾ അത്രയും സ്ലിം ആണ്. അതേസമയം തന്നെ എയർക്രാഫ്റ്റ് ഗ്രേഡ് അലുമിനിയം ഫ്രെയിം ആണ് വരുന്നത്. സോ സ്ട്രോങ് ആണ്. IP6869 തുടങ്ങിയ വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റിയും വരുന്നുണ്ട്. ഈവൻ നമ്മൾ അത്യാവശ്യം ഒരു ടേബിളിൽ നിന്നൊക്കെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കൈയൊക്കെ തട്ടി അറിയാണ്ട് വീണാലും ഇതിനൊന്നും പറ്റുന്നില്ല. നല്ല ഡ്യൂറബിൾ ആയിട്ട് നൈസ് ആയിട്ടിരുന്നോളൂ എന്നുള്ളതാണ് ഇതിന്റെ ഡ്യൂറബിലിറ്റി. ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഗോറില്ല ഗ്ലാസ് 7i തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ആ ഭാഗവും അടിപൊളിയാണ്. പിന്നെ ഇത് 3 പാൻറ്റോൺ വാലിഡേറ്റഡ് കളറിലാണ് വരുന്നത്. പാൻറ്റോൺ ലിലി പാഡ്, പാൻറ്റോൺ ഗാഡ്ജറ്റ് ഗ്രേ, പാൻറ്റോൺ ബ്രോൺസ് ഗ്രീൻ. 3 നല്ല പ്രീമിയം ഫിനിഷ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കി ചൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു ഓവർവ്യൂ നോക്കിയാൽ താഴെ ഡുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. 2 സിം ഇടാനുള്ള സംവിധാനം, മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ഒരു മൈക്കും കാണാം. ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, ഡോൾബി ബ്രാൻഡിങ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ്. ഡോൾബി സൗണ്ടും കാലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു AI കീ വരുന്നുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻസ് ഇപ്പൊ തന്നെ കാണിക്കാം. ഇതിനെ പിന്നേക്ക് വെക്കുന്നത് അല്ലെങ്കിൽ AI ഭാഗത്ത് പറയാം. ഒരു AI കീ ആണ്. ഫ്രണ്ടിൽ ഡിസ്പ്ലേ 5 ഹോൾ ഡിസ്പ്ലേ സെറ്റപ്പ് ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ വരുന്നത്. നൈസ് ആയിട്ടുണ്ടല്ലേ. പൊതുവെ ആൾക്കാരുടെ മനസ്സിലേക്ക് സ്ലിം ഫോൺ എന്ന് പറയുമ്പോൾ ബാറ്ററി കുറവായിരിക്കും എന്നുള്ള ഒരു ടെൻഷനാണ് വരിക. കാരണം 2000, 3000 കുറിച്ചുള്ള ഫോണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, സ്ലിം ഫോണുകൾ. ബട്ട് ഇതിൽ വന്നിട്ട് 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഗ്ലോബൽ വേരിയന്റിൽ 4500 mAh ഉള്ളൂ. ബട്ട് ഇതിൽ വന്നിട്ട് 5000 mAh കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ബെറ്റർ ആണ്. പിന്നെ 68 വാട്ടിന്റെ ടർബോ പവർ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 68 വാട്ടിന്റെ ചാർജർ ഉണ്ട്, ചാർജ് ചെയ്യാം. പിന്നെ വയർലെസ് ചാർജിംഗ് ഉണ്ട്. സോ ചാർജിങ്ങിന്റെ എക്സ്പീരിയൻസ് ടോട്ടലി അടിപൊളിയാണ്. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നമ്മൾ എല്ലാ തരത്തിലും ഗെയിം, അത്യാവശ്യം കുറച്ച് ഗെയിമിങ്, ഈ ക്യാമറ സാമ്പിൾസ് ഒക്കെ നമ്മൾ എടുക്കുന്നു. ഇങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് അവസാനം നമ്മൾ നോക്കുമ്പോൾ ഒരു 30% അടുത്ത് ബാറ്ററി ഇപ്പോഴും ബാക്കി കാണുന്നുണ്ട്. സോ അപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഈ ഫോൺ തരുന്നുണ്ട്. 5000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ ഒരു ദിവസം സുഖമായിട്ട് നിൽക്കും ഒരു സാധാരണ യൂസർ, നമുക്കറിയാമല്ലോ. സോ നല്ല ബാറ്ററി ഉണ്ട്, അതിന് ടെൻഷനേ വേണ്ട. ഇനി ഇത്തരം ഫോണുകളിൽ ക്യാമറയുടെ എണ്ണം കുറയ്ക്കുന്നത്, ക്യാമറയുടെ പല കോംപ്രമൈസുകളും സ്ലിം ഫോണുകളിൽ നമ്മൾ കാണാറുണ്ട്. ഇത് അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. സാമ്പിൾസ് കണ്ട് നോക്കിയേ. മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ എടുത്തുള്ള എൻ്റെ പോർട്രേറ്റ് ഫോട്ടോസും മറ്റു ചെടികളുടെയും ലാൻഡ്സ്കേപ്പ് ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ നൈറ്റ് സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഇമേജുകൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അൾട്രാ വൈഡ് ക്യാമറ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില ക്ലോസ് ഷോട്ട്, മാക്രോ ഷോട്ട് എടുക്കാനുള്ള എൻ്റെ ശ്രമങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം ക്ലോസ് ആയിട്ട് പിടിച്ചിട്ടും ഫോട്ടോസ് എടുക്കാം. സെൽഫി ക്യാമറ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും അത്യാവശ്യം നന്നായിട്ടില്ലേ. സോ മൊത്തത്തിൽ ഇതിന്റെ ഫോട്ടോസ് എല്ലാ ഭാഗം കൊണ്ടും അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. പ്ലസ് വീഡിയോയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ മെയിൻ ക്യാമറയിൽ എടുത്തുള്ള വീഡിയോ ഡേ ലൈറ്റ്, ലോ ലൈറ്റ് എല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ 4K വീഡിയോ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും വൈഡ് ആംഗിൾ ക്യാമറയിലും എല്ലാത്തിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഗ്ലോബൽ വേരിയന്റിലില്ല. നമുക്ക് ഇന്ത്യൻ വേരിയന്റിലാണ് എല്ലാ ക്യാമറയിലും 4K ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന, അതും അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റപ്പ് വരും. സോ അപ്പോൾ ക്യാമറയെ കുറിച്ച് ഐഡിയ കിട്ടിയല്ലോ. ഡിസ്പ്ലേയും അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ച് വരുന്ന ഫ്ലാറ്റ് 1.5K 120 ഹെർട്സിന്റെ എക്സ്ട്രീം ആമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 300 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. 4500 പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഞാൻ ഔട്ട്ഡോർ ഒക്കെ ഉപയോഗിച്ച് നോക്കി. ഈസിലി വിസിബിൾ ആണ്, യാതൊരു വിഷയമില്ല. ഇൻഡോർ ഔട്ട്ഡോർ എങ്ങനെയായാലും എന്ത് തരം വീഡിയോ കാണാനായാലും എന്ത് കാര്യത്തിനായാലും നല്ല എക്സ്പീരിയൻസ് ആണ്. പാൻറ്റോൺ വാലിഡേറ്റഡ് ഡിസ്പ്ലേ ആണ്. ഒപ്പം തന്നെ HDR10+, 100% DCI-P3 സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ഇപ്പം നനഞ്ഞ കൈ കൊണ്ട് നിങ്ങൾ ടച്ച് ചെയ്താൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി വെറ്റ് ടച്ച് ടെക്നോളജി, അതായത് സ്മാർട്ട് വാട്ടർ ടച്ച് 3.0 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. സാമ്പിൾ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല ലൗഡാണ്.
അടിപൊളിയായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ് കൂടി നമ്മൾ അറിയണം എത്രത്തോളം നന്നായിട്ടുണ്ട്. BGMIയിലൊക്കെ 120 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഗ്ലോബൽ വേരിയന്റിലില്ല, ഇന്ത്യൻ വേരിയന്റിലാണ് 120% സപ്പോർട്ട് വരുന്നത്. അൾട്രാ എക്സ്ട്രീം ഒക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് BGMI കളിക്കാൻ സാധിക്കും. ഞാൻ അവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 4 എന്ന് പറയുന്ന പ്രോസറാണ് വരുന്നത്. ഈ ഒരു പ്രോസർ വെച്ചുകൊണ്ടുള്ള വേൾഡ് ഫസ്റ്റ് ഡിവൈസ് ഇതാണെന്നാണ് പറയുന്നത് ഇതിന്റെ ലോഞ്ച് ടൈമിലെ. LPDDR5X RAM, 256GB UFS 3.1 സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 5G ബാൻഡ്, Wi-Fi 6E, Bluetooth 5.4, NFC, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. നെറ്റ്വർക്ക് കണക്ടിവിറ്റിയുടെ ഭാഗത്തൊന്നും യാതൊരു പ്രശ്നമില്ല. ഞാൻ BGMI മാത്രമല്ല അസ്ഫാൾട്ട് പോലുള്ള മറ്റ് ഗെയിമുകളും കളിച്ച് നോക്കിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. നോർമൽ സിസ്റ്റം പെർഫോമൻസിലായാലും യാതൊരു പ്രശ്നവുമില്ല. വളരെ സ്മൂത്ത് ആണ്, സോഫ്റ്റ് ആണ്. ആൻഡ്രോയിഡ് 16 ബേസ്ഡ് ആണ് വരുന്നത്. ഹലോ UI ആണ്. വേറെ വിഷയം ഒരു നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ കാണാം, യാതൊരു വിഷയമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതിന്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ കൈ ഓടിച്ച് കാണിക്കുന്നുണ്ട്. സംഭവം നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നോർമൽ യൂസിനായാലും അത്യാവശ്യം ഗെയിമിങ്ങിനായാലും നല്ല പെർഫോമൻസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായാലും ഈ ഒരു കീ എക്സ്ട്രാ AI കീ ഉണ്ടെന്നുള്ളത്. ഇത് മോട്ടോ AIക്കുള്ള കീ ആണ്. നമ്മളിത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അത് നമുക്ക് രണ്ട് തരത്തിൽ ഇത് സെറ്റ് ചെയ്യാം. ഡബിൾ പ്രസ്സിനും പ്രസ് ആൻഡ് ഹോൾഡിനും പല ഓപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഞാൻ പ്രസ് ആൻഡ് ഹോൾഡിന് ഡയറക്റ്റായിട്ട് മോട്ടോ A ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രീനിൽ, ഇപ്പോൾ ഞാൻ ഇവിടെ അഗാണ്ട എന്ന് പറയുന്ന സിനിമയുടെ ഒരു സ്ക്രീൻ വെറുതെ എടുത്തിട്ടിരിക്കുകയാണ്, സെർച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ബട്ടണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ AI വന്നിട്ട് ഈ ഒരു സ്ക്രീനിനെ മൊത്തം അനലൈസ് ചെയ്തിട്ട് അതെന്താണ് ഞാൻ അടുത്തതായിട്ട് എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ താഴെ വലുതായിട്ട് 3 സെക്ഷനായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? അവിടെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് അത് മെമ്മറി ആയിട്ട് സേവ് ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. നമുക്ക് ആ നെക്സ്റ്റ് മൂവ് പ്രിഡിക്റ്റ് ചെയ്യണം നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത്. സോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ്, പാട്ടിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റ് കൊടുത്താൽ അത് വരും. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെമ്മറി നോട്ട് എടുത്ത് വെക്കുകയാണ് വേണ്ടതെങ്കിൽ അവിടെ കൃത്യമായിട്ട് അത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇമേജ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇമേജ് ക്ലിക്ക് ചെയ്യാം. സോ അടുത്തതായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. സോ വളരെ സൗകര്യപ്രദമാണ്. ഒറ്റ ക്ലിക്കിൽ നോട്ടൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. സോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയ ഒരു സംഭവമാണ്. പിന്നെ മോർ ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ മോട്ടോ ഫോണുകളിൽ പതിവായിട്ട് കാണുന്ന എല്ലാ സംഭവങ്ങളും അവിടെ കാണാം. പെർപ്ലക്സിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്ഡേറ്റ് മീ കൊടുത്താൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനുകളുടെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് തരും. ഇമേജ് സ്റ്റുഡിയോ, നമുക്ക് എന്തെങ്കിലും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് കൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ഒരു സാമ്പിൾ കാണിക്കുന്നുണ്ട്. പ്ലേലിസ്റ്റ് സ്റ്റുഡിയോ, നമുക്ക് ഒരു പാട്ടിന്റെ പാട്ടുകളുടെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ AI വെച്ച് ഉണ്ടാക്കാം. നോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ റിമെമ്പർ ദിസ്, മെമ്മറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മെമ്മറി എന്തെങ്കിലും സ്ക്രീനിൽ കാണുന്നത് മെമ്മറി ആക്കി നോട്ടാക്കി എടുത്ത് വയ്ക്കുന്ന പരിപാടി. സോ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു AI കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഓട്ടോമാറ്റിക്കലി Gemini ഉണ്ട്, നമുക്കറിയാം. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമ്മുടെ Gemini താഴെ കയറി വരും. പിന്നെ ഇതിൽ പെർപ്ലസിറ്റി ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ പെർപ്ലസിറ്റി കാണിച്ചു തന്നു. അതുപോലെ കോപ്പൈലറ്റിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. സോ അപ്പോൾ എല്ലാതരം AI നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് ഉപയോഗിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ AIയുടെ കാര്യത്തിൽ ഇത് റിച്ച് ആണ്. പിന്നെ ഇതിനകത്ത് താഴെ നമുക്ക് ഒരുപാട് മറ്റ് ഫാമിലി സ്പേസ് പോലുള്ള മോട്ടോയുടെ പതിവ് പരിപാടിയൊക്കെ കാണാം. പിന്നെ മോട്ടോ സെക്യൂർ, തിങ്ക് ഷീൽഡ് പ്രൊട്ടക്ഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ വേണ്ടുന്ന സ്മാർട്ട് കണക്റ്റും അതുപോലെ മോട്ടോ അൺപ്ലഗ്ഡ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. സോ അപ്പോൾ മോട്ടോയുടേതായ സകല ഫീച്ചേഴ്സും എല്ലാ AI ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അപ്പോൾ ഓവറോൾ മൊത്തത്തിൽ ഈ ഫോണിൽ അത്യാവശ്യം നന്നായിട്ട് എല്ലാ ഘടകങ്ങളും ഉണ്ട്. ബട്ട് സ്ലിമ്മോ ആണ്. അതായത് 5.99 mm സ്ലിം ആണ്. 156 ഗ്രാം വെയിറ്റ് ഉള്ളൂ. 5000 mAh ബാറ്ററി ഉണ്ട്. 7 Gen 4 പ്രോസസർ, 50 MP ക്യാമറ, IP6869 റേറ്റിംഗ്, 1.5K AMOLED ഡിസ്പ്ലേ. പിന്നെ ആൻഡ്രോയിഡ് 16 വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫോണാണെന്ന് തീർച്ചയായിട്ടും പറയാവുന്നത് തോന്നുന്നു. സോ അപ്പോൾ അതാണ് മൊത്തത്തിൽ ഈ ഒരു കോംപ്രമൈസുകൾ ഇല്ലാതെ വന്നിരിക്കുന്ന ഈ അൾട്രാ തിൻ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. മൊത്തത്തിൽ നന്നായിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി ഇതിന്റെ പ്രൈസ് 8GB RAM 256GB വേരിയന്റിന് 29,999 രൂപയാണ്. 1000 രൂപയുടെ ഇൻസ്റ്റാന്റ് ബാങ്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നെറ്റ് എഫക്റ്റീവ് പ്രൈസ് വന്നിട്ട് 28,999 ആയിരിക്കും. പിന്നെ ഇത് എവിടേക്കാണ് അവൈലബിൾ ആവാൻ നോക്കിയാൽ ഫ്ലിപ്കാർട്ട്, Motorola.in, അതുപോലെ ലീഡിംഗ് റീറ്റെയിൽ സ്റ്റോർസ് ഇൻക്ലൂഡിംഗ് റിലയൻസ് ഡിജിറ്റൽ അടക്കം എല്ലായിടത്തും കിട്ടും. സോ അത്രയുമാണ് മോട്ടോ എഡ്ജ് 70 എന്ന ഫോണിനെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.